അയ്യോ നിമ്മി വെട്ടല്ലേ വെട്ടല്ലേ, എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാമെന്നൊന്നും പറയാൻ വിചാരിക്കണ്ട. ഞാൻ എന്തായാലും വെട്ടാൻ പോവാണ്. ആരെയെന്ന് വിചാരിച്ചാൽ ഞാൻ വിറക് വെട്ടാൻ പോവുക. ഇനി എന്തായാലും വിറകടുപ്പിനെ ആശ്രയിക്കണം എന്നല്ലേ എല്ലാവരും പറയുന്നത്. പക്ഷെ ഞങ്ങളൊക്കെ ആദ്യമേ ഈ വിറകടുപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ചോറും കറിയൊക്കെ വിറകടുപ്പിൽ മാത്രമാണ് വെക്കാറുള്ളൂ. പിന്നെ രാവിലത്തെ ഈ കടലക്കറി, ചെറുപയർ അത് മാത്രമാണ് ഗ്യാസിൽ വെക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും വലിയ ബുദ്ധിമുട്ട് എന്തായാലും വരില്ല. അപ്പോൾ ഇപ്പം ഞാൻ വെട്ടിയ സാധനം എന്താണെന്ന് വെച്ചാൽ ഈ ഓലക്കണ്ണി ഒന്ന് തരക്കിയിട്ട് കെട്ടിയേക്കാൻ വേണ്ടിയിട്ട് വാഴേൻ്റെ എന്താ പറയുക, നിങ്ങൾ കണ്ടില്ലേ, ആ സാധനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ മഴയൊക്കെ വരുന്നതിനെക്കാട്ടും മുമ്പിട്ട് ഉള്ള ഓലയെല്ലാം ഒന്ന് തരക്കിയെടുക്കണം. എല്ലാം ഒരുമിച്ച് തരക്കിയെടുക്കാൻ പറ്റില്ല. ഒന്നാമത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈവനിങ് വ്ളോഗാണ് കേട്ടോ, അത് പറയാനും മറന്നില്ല. മറന്നു. എന്താ പറ്റി ഇന്നത്തെ വീഡിയോക്ക്? എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആകുന്നല്ലോ. എന്തായാലും ഞാനിനി എഡിറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല, എനിക്ക് വയ്യ. ആകെ ഒരു 40-50 വ്യൂസാണ് വരുന്നത്. അതുകൊണ്ട് എങ്ങനെയാണോ വീഡിയോ പോകുന്നത് അതേപോലെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളിപ്പോഴും വിറക് അടുപ്പ് കത്തിക്കുന്ന ആൾക്കാരാണ്. വലിയ പ്രശ്നമൊന്നും ഗ്യാസ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വരാൻ പോകുന്നില്ല. കാരണം ഇതൊന്നും ഈ പെട്ടെന്ന് തിരക്കി വെച്ച ഓലക്കണ്ണിയും മട്ടലൊന്നും ആയിരിക്കില്ലല്ലോ. കുറച്ചധികം കാലം കൂടിയിട്ട് ചെയ്ത് തന്നെയായിരിക്കില്ലേ. എല്ലാം കയ്യിൽ നിന്ന് പോയല്ലേ, പോട്ടെ. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിക്കണ്ടേ? ചോദിക്കുന്നു, എല്ലാവർക്കും സുഖമല്ലേ? ആരെങ്കിലും ഒരാളെങ്കിലും കമൻ്റ് ഇടും സുഖമാണോ എന്ന്. സുഖമാണ്. പിന്നെ അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട ഇത് മൊത്തം എൻ്റെ വീട്ടിലുണ്ടായ വിറകാന്ന്. മുമ്പിലത്തെ വീട്ടിലെല്ലാം വിറകടുപ്പ് എന്ന് പറയുന്ന സാധനമില്ല. അവരപ്പോൾ വീട്ടിലുണ്ടാകുന്ന ഓലയും മട്ടലെല്ലാം ഞങ്ങൾക്ക് തരും. അപ്പോൾ ഇനി അവർ തിരിച്ച് ചോദിക്കുമോ ഇതൊക്കെ? വേണമെങ്കിൽ ലോക്കിട്ട് വെക്കാം അട്ടത്ത്. സത്യമായിട്ടും മുമ്പിലത്തെ വീട്ടിലൊന്നും ഇപ്പോൾ വിറകടുപ്പില്ല. അവരതൊക്കെ പോക്കി. ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് നമ്മൾ മഴക്കാലമല്ലേ വരുന്നത്. മഴക്കാലത്ത് നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചേ മതിയാവും. ഇപ്പോൾ ഒന്നും വേണ്ട, ഇപ്പാണെങ്കിൽ ഒടുക്കത്തെ ചൂടുമല്ലേ. അപ്പോൾ മഴക്കാലമാകുമ്പോഴേക്ക് നമുക്ക് നല്ലോണം വിറകെല്ലാം ശേഖരിച്ച് വെക്കണം, കത്തിക്കാൻ വേണം. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്, നമ്മൾ ചോറൊക്കെ അടുപ്പത്ത് തന്നെയാണ് വെക്കുന്നത്. തമാശ പറഞ്ഞല്ല കേട്ടോ. ചോറും കറിയൊക്കെ അടുപ്പത്ത് തന്നെയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ കുക്കറിലൊക്കെ ഉണ്ടാക്കുന്ന കടല, ചെറുപയർ അങ്ങനത്തെ ഒക്കെ ഇല്ലേ, അതാണ് ഗ്യാസിൽ വെക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഗ്യാസിന് ക്ഷാമം വന്നാലും ഞങ്ങൾക്ക് അത്ര അങ്ങ് ബാധിക്കില്ല. അങ്ങനെ. അപ്പോൾ ഇതിപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് തിരക്കുക. ചിലപ്പോൾ അമ്മക്ക് പറ്റുമെങ്കിൽ അമ്മ ചെയ്യും, എനിക്കാണ് സമയമെങ്കിൽ ഞാൻ ചെയ്യും. എനിക്കിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വീഡിയോസോ വല്ലതും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അമ്മയായിരിക്കും ഇത് ചെയ്യുക. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ നിൽക്കില്ല, നമുക്കത് ക്ഷീണമാവും. ഒന്നാമത് ഇപ്പോൾ ചൂടല്ലേ. അപ്പോൾ രണ്ട് കണ്ണീന്ന് 2 ഓല, കുറച്ച് മട്ടൽ അങ്ങനെയൊക്കെ ആയിട്ട് വെട്ടി വെക്കുക. അതെന്നിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഞങ്ങൾ അട്ടത്തിടുക ചെയ്യുക. അട്ടെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അല്ലേ? വിറക് ശേഖരിക്കുന്ന സ്ഥലം. തലശ്ശേരിയിൽ അട്ടെന്നാണ് പറയുക. ബാക്കിയുള്ള ആൾക്കാർക്കെന്നാൽ കൂടെ വേറെയാണ്. അറിയാമെന്ന് വിചാരിക്കുന്നു. എനിക്കങ്ങനെ പറയാനറിയൂ. അപ്പം ഞാൻ ഈ പരിപാടി വേഗം അങ്ങ് നടത്തട്ടെ. പിന്നെ എന്തിനാ നിമ്മി ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാ പോലും. ഈ വിറക് വെട്ടലും വിറകടുപ്പ് ഉപയോഗിക്കലും അതൊക്കെയാ പോലും ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പോൾ നമ്മൾ കാലത്തിന് മുന്നേ സഞ്ചരിച്ച ആൾക്കാരായതുകൊണ്ട് നമുക്കിത് ട്രെൻഡല്ല, നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ജോലി ചെയ്യുന്നു. അതുകൊണ്ട് ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതും കൂടി ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. വല്ലാണ്ടങ്ങ് നാക്കുളുക്കുമായിരുന്നു വീഡിയോയിൽ. അപ്പോൾ അമ്മ എങ്ങോട്ടാണ് പോയെന്ന് വെച്ചാൽ അമ്മ പാല് വാങ്ങാൻ പോയതാണ്. പിന്നെ ചൂടൊക്കെ എങ്ങനെയുണ്ട്? മഴയുണ്ടോ? ഇവിടെ ചില ദിവസം വൈകുന്നേരം ചെറിയൊരു മഴ വരുന്നുണ്ട്.
ഞാൻ എന്തിനോട് ക്യാമറ നോക്കി ചിരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എന്നോട് ചോദിക്കണ്ട എന്തിനാ ചിരിച്ചേന്ന്. അപ്പോൾ എൻ്റെ ഓലക്കണ്ണി തരക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മിറ്റടിച്ച് വരണം. അപ്പോൾ ഞാൻ ഇത്രയും കാലമല്ല, കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ തരക്കി വെച്ച ഓലക്കണ്ണി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഒരു ദിവസം കൊണ്ടാക്കിയതാണോ എന്ന് ചോദിക്കരുത്, കുറച്ചധികം ഉണ്ട്, ഉള്ളിലെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത പരിപാടി മിറ്റടിച്ച് വരലാണ്. ഉടുക്കത്തെ പൊടിയാണ് മുറ്റത്ത്. അപ്പോൾ വെള്ളം കുടയാതെ മിറ്റടിച്ച് വരാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ അലർജി ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം കുറച്ച് വെള്ളം ബക്കറ്റിലെടുത്തിട്ട് ഒന്നിങ്ങനെ കുടഞ്ഞിട്ട് അടിച്ചു വരാൻ പറ്റും. അപ്പോൾ മുമ്പിൽ സിറ്റ് ഔട്ടിൽ നിങ്ങൾ നോക്കി, ഇതെന്താ ചെയറൊക്കെ അടിച്ചു പൊളിച്ചിട്ട പോലെയാണ്. ഒരുപാട് നായ്ക്കളുണ്ട് ഇവിടെ, പട്ടികൾ ഒരു 10-15 പട്ടികളുണ്ട്. ഞങ്ങളെ സിറ്റ് ഔട്ടിലാണെങ്കിൽ ഇരുത്തി പോലും അങ്ങനത്തെ ഒന്നും കെട്ടിയിട്ടുമില്ല, എല്ലാം കയറിയിരിക്കും. വല്ലാത്ത മണമാണ്. അതുകൊണ്ട് അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ ബുദ്ധിയാണിത്. പിന്നെ മോളും കൂടി ഉള്ളതുകൊണ്ട് പേടിച്ചിട്ടാണ് അത് വെക്കുന്നത്. അവളഥവാ പുറത്തിറങ്ങുന്ന സമയത്തെങ്ങാനും നായി ഉണ്ടെങ്കിൽ ശരിയാവില്ല. ഒന്ന് തൊട്ടിട്ടുണ്ട്, പിന്നെ 10-14 ഇപ്പം എത്ര ഇഞ്ചക്ഷനൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇഞ്ചക്ഷൻ വെക്കേണ്ടി വരില്ലേ. അപ്പോൾ ഞാൻ വേഗം എൻ്റെ അടിച്ചു വരലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിൽ ആറിയിട്ട ഡ്രസ്സുണ്ട്, അത് എടുത്തിട്ട് വരണം. എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് ഇന്ന് ഞങ്ങൾക്ക്. ഈ വർഷം ആദ്യമായിട്ട് ഞങ്ങളെ നാട്ടിൽ മതസൗഹാർദ്ദ നോമ്പ് തുറയില്ലേ, അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് അമ്മ വരുന്നില്ല, എനിക്കും മോൾക്കും അതിന് പോകണം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെയാണ് ഞങ്ങൾക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം മടിച്ചിട്ട് അമ്മയില്ലാത്തതുകൊണ്ട് പോകണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെ മോൾക്കൊരു സന്തോഷമല്ലേ ഈ കുട്ടികളെല്ലാം ഉണ്ടാകുമ്പോൾ പോകുന്നത്. അപ്പോൾ അമ്മയും പറഞ്ഞു കുഞ്ഞിനെയും കൂട്ടിയിട്ട് പോയിക്കോന്ന്. അപ്പോൾ കുറേ ആളുണ്ടായിരുന്നു, നമ്മളെ അടുത്തുള്ള ആൾക്കാർ തന്നെ. ബിരിയാണിയൊന്നുമല്ല, ചെറിയ സ്നാക്സ്, ഫ്രൂട്ട്സും സ്നാക്സ്. എന്നാലും ഇതൊരു സന്തോഷമാണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എല്ലാവർക്കും എന്താ പരിപാടി എന്നൊന്നും അറിയില്ല. ഒരുവിധം എല്ലാ വീട്ടിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ സംസാരിച്ചത് നമ്മളെ യുദ്ധത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ തന്നെയാണ്. യുദ്ധമൊക്കെ വേഗം അവസാനിക്കട്ടെ. അപ്പോൾ കിട്ടിയ സാധനം കണ്ടോ, കുറച്ച് ഫ്രൂട്ട്സ്, സ്നാക്സ്, അങ്ങനത്തെ. അപ്പോൾ വേഗം നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മോളും വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ട് സഹകരിച്ച എല്ലാവർക്കും